ഈ ബഡ്സ് പ്ലസ് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിന് മുമ്പത്തെ അപ്ലോഡിൽ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 100 ദിവസത്തിന് മുകളിൽ എനിക്ക് എടുത്തു കേരളത്തിലേക്ക് ഇത് റിസീവ് ചെയ്ത് കിട്ടാൻ. ഡൽഹിയിൽ നിന്നാണ് ഇത് വരേണ്ടിയിരുന്നത്. സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഇത് വരേണ്ടിയിരുന്നത്. വേറെ എവിടുന്നും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻ ആയ കാരണം കൊണ്ടും ഫെബ്രുവരിയായിരുന്നു തോന്നുന്നു ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയത്. അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടാൻ കുറേ സമയം എടുത്തു. അപ്പോൾ ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പുകളിലൊന്നും ഈ ലേറ്റസ്റ്റ് വേർഷൻ ഇല്ല. ചെറിയൊരു ബോക്സിലാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സിലാണ് ഇത് നമുക്ക് പാക്ക് ചെയ്ത് തന്നേക്കണവർ. നമ്മൾ ഇമേജുകളിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തൊരു വലിയൊരു ഐറ്റമാണെന്ന്. പക്ഷെ അത്രയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന ചെറിയൊരു ബോക്സ് പീസിലാണ് അവർ പാക്ക് ചെയ്തേക്കണം. നല്ല ഡീസൻറ്റ് പാക്കിംഗ് ആണ്, നല്ല വെറൈറ്റി ഉണ്ട്. വൈറ്റ് ബോക്സിലാണ്. ബഡ്സിന് ഒരു ഗ്ലോസി ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈറ്റ്സിൽ പല പല കളേഴ്സിൽ നമ്മുടെ നോട്ട് 10 പ്ലസിൻ്റെ ഗ്ലോ ബാക്ക് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ബഡ്സ് പ്ലസിൻ്റെയും വേർഡിങ്ങിൻ്റെ ഡിസ്പ്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ല വെളിച്ചത്തിലൊക്കെ ഈ ബോക്സ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തേക്കണത്. അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് റിസീവ് ചെയ്തേക്കുന്നത്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബഡ്സ് 1ഉം 2ഉം തമ്മിൽ കാര്യമായിട്ട് ചേഞ്ചസ് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസിലാണ് കറക്റ്റ് ചേഞ്ച് വന്നേക്കണത് 1നെയും 2നെയും കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ ഒരു മെയിൻ സജഷൻ എന്ന് പറയുന്നത് സാംസങ് ബഡ് കയ്യിലുള്ളവർ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലെന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് അപ്ഗ്രേഡേഷൻ കൊടുത്താൽ മതി. ഇതിലൊരു ചെറിയ ചേഞ്ചസ് വന്നേക്കുന്നത് ടച്ച് പാഡ് ഫീച്ചേഴ്സിലാണ്. ടച്ച് പാഡിൽ സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ട്രിപ്പിൾ ക്ലിക്കിൽ ചെറിയ വ്യത്യാസംസ് ഉണ്ട്. അതാണ് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇവർ ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ടിൽ ബേസിന് കുറച്ചും കൂടി ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ബോക്സ് തുറക്കുമ്പോൾ ആസ് യൂഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൻ്റെ വാറണ്ടി കാർഡ്, അതിൻ്റെ പേപ്പർ വർക്കുകൾ, അതിൻ്റെ കണക്ടിവിറ്റി ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു ഡെമോ ഡീറ്റെയിൽസൊക്കെയാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക. പ്രീമിയം ബ്രാൻഡായിട്ടാണ് സാംസങ് ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഇതാണ് ശരിക്ക് നമ്മുടെ ഡിവൈസ്, അതിൻ്റെ കേസോട് കൂടിയിട്ടുള്ളത്. പിന്നെ ബോക്സിൽ അതിൻ്റെ ചാർജിങ് കേബിള്, ഇയർബഡ്സുകൾ, ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർബഡ്സ്, അതാണ് ഈ 2 ബോക്സിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചാർജിങ് കേസോട് കൂടിയിട്ടാണ് ബഡ്സ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ സാംസങ് ഡിസൈൻ ബൈ AKG എന്ന് ഡിസ്പ്ലേയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അത് ചെറിയൊരു ഐറ്റമാണ്, നമുക്ക് പോക്കറ്റിലൊക്കെ സുഖമായിട്ട് കൊള്ളും. ബാക്കിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ പോർഷനാണ്. അതിൽ കുറേ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എത്ര വോൾട്ടാണ്, ബാറ്ററിയാണ് എത്രയാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊരു നമുക്കങ്ങനെ കണ്ടില്ല, നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ വളരെ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. കാരണം എൻ്റെ കൈ തന്നെ കുറച്ച് ചെറിയ കൈയാണ്, എന്നിട്ടും അത് നമ്മുടെ കയ്യിൽ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ചാർജിങ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് സി കേബിൾ ത്രൂ തന്നെയാണ്. അപ്പോൾ ടൈപ്പ് സി, അതായത് ഡ്യുവൽ ടൈപ്പ് സി അല്ല, ടൈപ്പ് സി ടു USB ആണ്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ വരുന്ന സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഡിവൈസസിൻ്റെ മാതിരിയല്ല, USB കണക്റ്റിംഗ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ LED ഫ്ലാഷ് ലൈറ്റ് കാണിക്കും. അത് പച്ചയിൽ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഓൾറെഡി സഫിഷ്യൻറ്റ് ബാറ്ററി ഉണ്ട് ചാർജിങ് കേസിൽ. 3 LED നോട്ടിഫിക്കേഷൻ കളേഴ്സാണ് വരിക: റെഡ്, ഓറഞ്ച്, ഗ്രീൻ. റെഡ് ആണെന്നുണ്ടെങ്കിൽ ബിലോ 30, ഓറഞ്ച് 50%, ഗ്രീൻ എബവ് 50%. ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡുമാണ് തന്നേക്കുന്നത്, അതായത് ലെഫ്റ്റ് ബഡും റൈറ്റ് ബഡും. അപ്പോൾ അത് ഓൾറെഡി നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിപ്പോൾ പെട്ടെന്ന് മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള കാരണം കൊണ്ട് നല്ല രീതിയിൽ അതിരിക്കും. അപ്പോൾ ഈ ചാർജിങ് കേസിൻ്റെ അകത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരുവിധം എല്ലാ ഭാഗത്തും മാഗ്നറ്റിക് ഇത് വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് ഇരിക്കും. നമ്മുടെ ബാക്കിയുള്ള ബഡ്സൊക്കെ ഇരിക്കണ മാതിരി തന്നെ ഇരിക്കും. പക്ഷെ ഇതിന് റിലയബിലിറ്റി എത്ര കാലത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ബോക്സിൻ്റെ
സൈഡിൽ 2 ബഡ്സിൻ്റെയും IMEI ഡീറ്റെയിൽസ്, അതിൻ്റെ സീരിയൽ നമ്പർ, പിന്നെ ചാർജിങ് കേസിൻ്റെ ഡീറ്റെയിൽസ്, ബോക്സ് പീസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മാനുഫാക്ചറിങ് ഡേറ്റ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവും. ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അത് എത്ര ഗ്രാമിലാണ് ഇത് വരുന്നത്, ചാർജിങ് കേസിന് എത്രയാണ്, അത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഫുൾ ബാക്ക് കവറിൽ ബഡ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് എത്ര മണിക്കൂറാണ് പ്ലേ ടൈം, എത്ര സ്പീക്കേഴ്സാണ് അവൈലബിൾ, എത്ര മൈക്കാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്, വോയിസ് കമാൻഡ് എങ്ങനെയാണ് എടുക്കുന്നത്, പിന്നെ ഏതൊക്കെ രീതിയിലാണ് കോമ്പാറ്റബിലിറ്റി കാണിക്കുന്നത് എന്നുള്ള ഫീച്ചേഴ്സൊക്കെ അതിനകത്ത് കൂടുതലുണ്ടാവുക. അപ്പം അത് ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കണ്ടമാനം വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ചിട്ട്, ഏത് രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും.